സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം ഇൻവെസ്റ്റ്മെന്റുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പുതിയ ഉത്തരവിൽ അനിശ്ചിതത്വം. ടീകോമിന് നഷ്ടപരിഹാരം എന്നത് മാറ്റി ഓഹരി വിലയെന്ന് ഉൾപ്പെടുത്തുന്നതിലെ സർക്കാരിന്റെ താൽപര്യക്കുറവും ടീകോമിന്റെ സമ്മർദ്ദവുമായി പുതിയ ഉത്തരവ് വഹിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ആദ്യം ഈ ഒരു വിഷയത്തിൽ സേവനമില്ലാതെ വേതനം നൽകുന്നു എന്ന പരക്കെയുള്ള ആക്ഷേപത്തെ തുടർന്ന് സർക്കാരിന് കൃത്യമായ വലിയൊരു പിരിമുറുക്കമുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ ഈ ടീകോം ഇൻവെസ്റ്റ്മെന്റുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പുതിയ ഉത്തരവിലൊരു അനിശ്ചിതത്വം വന്നിരിക്കുകയാണല്ലേ? ദേവിക, ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിന്റെ ചില താല്പര്യങ്ങളാണ്. അത് ടീകോമിന് അനുകൂലമാണ്. കാരണം നഷ്ടപരിഹാരം നൽകി ആദ്യം തന്നെ ടീകോമിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ കരാറിലെല്ലാം തന്നെ പൂർണ്ണമായും ലംഘനം നടത്തിയ ടീകോമിനെയായിരുന്നു ഇത്തരത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ചത്. കാരണം അവർ 10 വർഷത്തിനുള്ളിൽ വാഗ്ദാനം ചെയ്ത തൊഴിലവസരങ്ങളോ അത്രയും സ്ക്വയർ ഫീറ്റ് ഏരിയ കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിർമ്മിക്കാൻ തയ്യാറായില്ല എന്നത് മാത്രമല്ല, ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് ശേഷം ഈ കരാർ ഒപ്പിട്ട് 3-4 വർഷങ്ങൾക്ക് ശേഷം തന്നെ ടീകോമിന് പൂർണ്ണമായും ഈ പദ്ധതിയിലുള്ള താല്പര്യങ്ങൾ ഇല്ലാതാവുകയും തുടർന്ന് ടീകോം തുടർ നടപടികളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കാരണം ഇതിന്റെ മാതൃ കമ്പനി മറ്റു രാജ്യങ്ങളിലെ തങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വൻ പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സബ് കമ്പനിയായ ടീകോം ഇൻവെസ്റ്റ്മെന്റും അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയുണ്ടാവുക, ഈ കരാറിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രം നൽകേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം അങ്ങോട്ട് ടീകോമിന് നൽകുക എന്നതാണ്. അതാണ് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ടീകോമിന് എന്തിന് നഷ്ടപരിഹാരം നൽകുന്നു, ടീകോമിന് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് എന്തിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യം ഉണ്ടോ എന്ന കാര്യം ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലടക്കം വിശദീകരിച്ചത് അത് ഓഹരി തുകയാണ് മടക്കി നൽകുന്നത്, നഷ്ടപരിഹാരമല്ല എന്ന്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അത് നഷ്ടപരിഹാരം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് IT വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ച്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകിയില്ല. സ്വാഭാവികമായും അങ്ങനെ ഓഹരിയുമായി ബന്ധപ്പെട്ട ഓഹരി വിലയാണ് നൽകുന്നത് എങ്കിൽ അവർ മുടക്കിയ ഓഹരി വിലയായ 91 കോടിയോളം രൂപ മാത്രമാണ് മടക്കി നൽകുന്നത് എങ്കിൽ എന്തുകൊണ്ട് അക്കാര്യത്തിൽ പുതിയൊരു ഉത്തരവ് ഇറങ്ങുന്നില്ല എന്ന ചോദ്യം കൂടി വരികയും ചെയ്തു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടില്ല. അങ്ങനെയാണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒളിച്ചുകളി വ്യക്തമാകുന്നത്. ഈ ടീകോമിനെ സഹായിക്കുക, ടീകോമിന് പരമാവധി തുക നൽകിക്കൊണ്ട്, അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായിട്ടില്ല, അവർ വരുത്തിയ വീഴ്ചകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അവർക്ക് വലിയ തുക നഷ്ടപരിഹാരം എന്ന പേരിൽ നൽകിക്കൊണ്ട് സർക്കാരിന് സാമ്പത്തിക ബാധ്യത സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഉത്തരവ് ഇറക്കുന്നതിലുള്ള അനിശ്ചിതത്വവും തുടരുകയാണ്. സ്വാഭാവികമായും അക്കാര്യത്തിൽ പുതിയൊരു ഉത്തരവ് സർക്കാരിന് ഇറക്കാൻ കഴിയും. ഓഹരി വിലയാണ് കൈമാറുന്നത് എന്നും അത് എത്ര രൂപയാണ് എന്നെല്ലാം വിശദമാക്കിക്കൊണ്ട് തന്നെയുള്ള ഉത്തരവ് ഇറക്കാൻ കഴിയുമെന്നിരിക്കെയാണ് അത്തരമൊരു ഉത്തരവ് ഇറക്കാതെ നേരത്തെയുള്ള നഷ്ടപരിഹാരം എന്ന ഉത്തരവ് തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെയെങ്കിൽ നഷ്ടപരിഹാര തുക നൽകുക, ഈ വിമർശനങ്ങൾ അവസാനിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ ടീകോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ 10 വർഷത്തിന് ശേഷവും പദ്ധതി പൂർത്തിയാക്കാതെ 4-5 വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയ ഒരു ടീമിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഒഴിവാക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നു എന്ന വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പതുക്കെ അത് വീണ്ടും നൽകുക, അല്ലെങ്കിൽ കാലതാമസം വരുത്തുക, കാലദൈർഘ്യം വരുത്തുക എന്നത് തന്നെയാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തവുമാണ് ദേവിക.